നമസ്കാരം. തീർത്ഥയാത്ര എന്ന ഈ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. ഇന്നത്തെ നമ്മുടെ തീർത്ഥയാത്ര ഊരാളി അപ്പൂപ്പൻ കാവിലേക്കാണ്. ആരണ്യത്തിൻ്റെ ആത്മാവിൽ ഒളിഞ്ഞിരിക്കുന്ന ദൈവസാന്നിധ്യം, മലയുടെയും നദിയുടെയും മൗനത്തിൽ കേൾക്കുന്ന ദിവ്യനാഥം. അത്തരം ഒരു ദൈവ ചൈതന്യ ഭൂമിയിലേക്കാണ് ഇന്നത്തെ തീർത്ഥയാത്ര. ഈ തീർത്ഥയാത്രയിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. ഇന്ന് നാം പോകുന്നത് ഒരു സാധാരണ ക്ഷേത്രത്തിലേക്കല്ല. പഴമയുടെ പാരമ്പര്യവും ആദിമ ദൈവവിശ്വാസങ്ങളും ഇന്നും ജീവനോടെ നിലനിൽക്കുന്ന ഊരാളി അപ്പൂപ്പൻകാവ് എന്ന അത്ഭുത ക്ഷേത്രത്തിലേക്കാണ്. പത്തനംതിട്ട ജില്ലയിലെ കോന്നിക്ക് സമീപം കല്ലേലിയിൽ അച്ചൻകോവിൽ നദിയുടെ തീരത്ത് വനപാതയുടെ അരികിൽ സ്ഥിതി ചെയ്യുന്ന ഒരു പുരാതന ദൈവസ്ഥാനമാണ് ഊരാളി അപ്പൂപ്പൻകാവ്. പത്തനംതിട്ടയിൽ നിന്നും ഏകദേശം 19 കിലോമീറ്ററും കോന്നിയിൽ നിന്നും 9 കിലോമീറ്ററും ദൂരെയുള്ള ഈ ക്ഷേത്രം കോന്നി താലൂക്കിലെ അരുവാപ്പുലം ഗ്രാമപഞ്ചായത്തിൻ്റെ ഹൃദയത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഇവിടെ പ്രതിഷ്ഠയായിരിക്കുന്നത് മലദൈവങ്ങളുടെ അധിപൻ എന്നറിയപ്പെടുന്ന ഊരാളി അപ്പൂപ്പനാണ്. ഈ ക്ഷേത്രം സാധാരണ ഹൈന്ദവ ക്ഷേത്രങ്ങളിലേത് പോലെയല്ല. ഇത് ജീവിച്ചിരിക്കുന്ന ഒരു പാരമ്പര്യമാണ്. ആദിമ ദ്രാവിഡ നാഗഗോത്രങ്ങളുടെ വിശ്വാസങ്ങളും ആചാരങ്ങളും ഇന്നും അതേപടി തുടരുന്ന അപൂർവ ദൈവ കേന്ദ്രം. താന്ത്രിക പൂജാരീതികൾക്ക് പകരം ജനവിശ്വാസങ്ങളും പ്രകൃതി പൂജയും ഇവിടെ പ്രധാനമാണ്. ഇവിടെ ദൈവം ഒരു രൂപമല്ല, ഒരു അനുഭവമാണ്, ഒരു ശക്തിയാണ്. ഇവിടുത്തെ പ്രധാന ദേവതകളും ഉപദേവതകളും എന്തൊക്കെയാണ് എന്ന് മനസ്സിലാക്കാം. ഈ ക്ഷേത്രത്തിലെ പ്രധാന പ്രതിഷ്ഠകൾ ഊരാളി അപ്പൂപ്പൻ അഥവാ കല്ലേലി അപ്പൂപ്പനാണ്. കൂടാതെ ഊരാളി അമ്മുമ്മ. അപ്പൂപ്പനെ 999 മലദൈവങ്ങളുടെ അധിപനായി കണക്കാക്കുന്നു. അമ്മുമ്മയെ അദ്ദേഹത്തിൻ്റെ മാതാവായി ആരാധിക്കുന്നു. വടക്കഞ്ചേരി വല്യച്ഛൻ, ഗണപതി, പരാശക്തി, യക്ഷിയമ്മ, നാഗരാജാവ്, നാഗയക്ഷി, രക്തരക്ഷസ്, കുട്ടിച്ചാത്തൻ, കൊച്ചുകുഞ്ഞ് അറുകുല, ഭാരത പൂങ്കുറവൻ, ഭാരത പൂങ്കുറത്തി, ഹരിനാരായണ തമ്പുരാൻ എന്നിവരെല്ലാമാണ് ഇവിടുത്തെ മറ്റു ഉപദേവതകൾ. ഇവയെല്ലാം ചേർന്ന് ഒരു ദൈവസങ്കല്പത്തിൻ്റെ വിശാല ലോകം നമുക്കായി തുറന്നു നൽകുന്നു. ഇവിടുത്തെ ഉത്സവങ്ങളുടെ മഹിമ എന്താണ് എന്ന് പരിശോധിക്കാം. മേടമാസത്തിൽ നടക്കുന്ന 10ാം ഉദയ മഹോത്സവമാണ് പ്രധാന ഉത്സവം. വിഷുദിനത്തിൽ ആരംഭിച്ച് 10 ദിവസങ്ങൾ നീളുന്ന മഹോത്സവം 10ാം ഉദയ ദിനത്തിൽ സമാപനം. ആദിത്യ പൊങ്കാലയും വിവിധ പൂജകളും ഈ ഉത്സവത്തിൻ്റെ മുഖ്യ സവിശേഷതകളാണ്. വൃശ്ചികം മുതൽ മകരം വരെ നടക്കുന്ന മണ്ഡല മകരവിളക്ക് ഉത്സവവും ഇവിടുത്തെ മറ്റൊരു വിശേഷ ഉത്സവമാണ്.
ഇവിടുത്തെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും പ്രത്യേകത നിറഞ്ഞതാണ്. അതെന്തൊക്കെയാണ് എന്ന് നോക്കാം. കർക്കിടക മാസത്തിൽ നടക്കുന്ന കർക്കിടക വാവുബലി ഇവിടെ പ്രധാനമാണ്. കൂടാതെ ആനയൂട്ട്, വാനരയൂട്ട്, മീനൂട്ട് എന്നിവയും ഇവിടുത്തെ പ്രധാനപ്പെട്ട ആചാരമാണ്. ഇവയൊക്കെ പ്രകൃതിയോടുള്ള സമർപ്പണത്തിന്റെ പ്രതീകങ്ങൾ തന്നെയാണ്. പരമ്പരാഗത കലകളും ആചാരങ്ങളും ഇവിടെ നിലകൊള്ളുന്നു. കുംഭപ്പാട്ട്, ഭാരതക്കളി, തലയാട്ടം കളി, വെള്ളം കുടി നിവേദ്യം, ആഴിപൂജ, കല്ലേലി വിളക്ക് ഇവയൊക്കെ കൂടാതെ പടയണി, മുടിയാട്ടം പോലുള്ള ആചാരകലകളും ഇവിടെ നിലനിൽക്കുന്നുണ്ട്. ഇവിടെ കലയും ഭക്തിയും ഒന്നാകുന്നതാണ്. മലയിടുക്കിൽ മുഴങ്ങുന്ന മൗനമന്ത്രം നീ, ആരണ്യ ഹൃദയത്തിൽ തെളിയുന്ന ജ്യോതി നീ. ഊരാളി അപ്പൂപ്പ, നിന്റെ കാവലിൽ ജീവൻ പോലും സമർപ്പിക്കുന്നു ഭക്തർ ഞങ്ങൾ. നമസ്തേ ദേവദേവേശ, പർവ്വതാധിപതേ പ്രഭോ. ഭക്താനുഗ്രഹ കർത്താത്വം, ഊരാള്യപ്പൂപ്പ നമോസ്തുതേ. ഹേ മലകളുടെ അധിപനായ ദേവദേവേശ, ഭക്തർക്ക് അനുഗ്രഹം നൽകുന്നവനായ ഊരാളി അപ്പൂപ്പ, നിനക്കു ഞങ്ങൾ നമസ്കാരം ഹൃദയത്തിൽ നിന്ന് നൽകുന്നു. അപ്പൂപ്പൻ്റെ പാദത്തിൽ വീണു ഞാൻ, അമ്മൂമ്മയുടെ കരുണയിൽ നീന്തി ഞാൻ. കാടും നദിയും സാക്ഷിയായി ജീവിതം പുണ്യമായി തീർന്നിടുന്നു. ദൈവം എല്ലായിടത്തുമുണ്ട്. എന്നാൽ ചിലയിടങ്ങളിൽ അത് അനുഭവമായി മാറുന്നു. ഇത്തരം ദിവ്യാനുഭവമാണ് ഊരാളി അപ്പൂപ്പൻ കാവ്. ഈ ദൈവസ്ഥാനത്തിൻ്റെ അനുഗ്രഹം നിങ്ങളുടെയും ജീവിതത്തിൽ സമാധാനവും സമൃദ്ധിയും നിറയ്ക്കട്ടെ. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. തീർത്ഥയാത്ര എന്ന എൻ്റെ ഈ യൂട്യൂബ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക. അതോടൊപ്പം നോട്ടിഫിക്കേഷൻ ബെൽ ബട്ടൺ ഒന്ന് ഓൾ എന്ന് എനേബിൾ ചെയ്തുകൂടി വയ്ക്കുക. അതുവഴി നിങ്ങൾക്ക് ഞാൻ തുടർന്ന് നൽകുന്ന ക്ഷേത്ര സംബന്ധമായിട്ടുള്ള വീഡിയോകൾ കാണാൻ സാധിക്കുന്നതാണ്. വീണ്ടും ഒരു പുതിയ ദൈവയാത്രയുമായി നമുക്ക് കാണാം. നമസ്കാരം. ഹരി ഓം.